ഹലോ, എല്ലാവർക്കും നമ്മുടെ പത്രമാറ്റ് ടുഡേ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന റിവ്യൂ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് നിർത്തിയ സീന് നമുക്കറിയാം. നമ്മുടെ ആദർശും നമ്മുടെ നയനയും കൂടെ കയറി വരുമ്പോൾ നമ്മുടെ നവ്യയുടെ ആ ഒരു മാസ് ഡയലോഗുകൾ, അതായത് ഇത്രയും നാണം കേട്ട് നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലാത്ത മട്ടിൽ നടക്കുന്ന എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് നയനയുടെ മുമ്പിൽ ഇങ്ങോട്ട് നന്നായിട്ട് പെർഫോം ചെയ്യണം. നവ്യ എന്നിട്ട് നയനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് ഇങ്ങനെ നടക്കുന്നത്? അനാമിക പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നമുക്ക് ഇത്രയും ഒരു ചീത്തപ്പേര് വരുത്തി വെച്ചത് ആദർശൻ്റെ ഒരു സ്വഭാവ രീതി കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് നിർത്തുന്നതോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം വൈൻഡപ്പായത്. അപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് നമ്മുടെ നയനയും നമ്മുടെ ആദർശം കൂടെ റൂമിലോട്ട് വരുമ്പോൾ നയനയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ പുറത്തിറങ്ങിയ പിന്നെ നമ്മുടെ ചാനലുകാരുടെയും നാട്ടുകാരുടെയും ഓരോ കുത്തുവാക്കുകൾ, ആ വീട്ടിനകത്ത് കയറിയ നവ്യേച്ചിയുടെ കുത്തുവാക്ക് എനിക്കത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. തെറ്റ് ചെയ്തവൻ മാന്യനായിട്ട് നടക്കുകയും ചെയ്യുന്നു. ഇതൊന്നും നടപടിയാവണ കേസല്ല എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ആകെ ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ വരുമെന്ന് കരുതി പ്രതീക്ഷിച്ച കാര്യങ്ങൾ തന്നെയാണല്ലോ. ഇത് ഇത്രയും കുത്തിപ്പൊക്കി ഇത്രയും ആവാൻ കാരണം ആ അനാമിക ചാനലിൽ ചെന്ന് ഇതൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. പക്ഷേ എനിക്കതൊന്നും അല്ല ആദർശേട്ടാ. ഈ നവ്യേച്ചിയുടെ വായിന്ന് വരുന്നത്, എൻ്റെ ചേച്ചിയാണെങ്കിലും ശരി, എൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എനിക്കൊട്ടും തന്നെ പറ്റുന്നില്ല. എനിക്കത് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. അത് പോട്ടെ, സാരമില്ല, ഞാൻ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ നൈനാന്ന് ആദർശ് പറയുന്നുണ്ട്. ആദർശേട്ടൻ ഉൾക്കൊള്ളും. ഇപ്പം എന്നെക്കുറിച്ച് ഒരാൾ കുറ്റം പറയുകയാണെങ്കിൽ ആദർശേട്ടൻ കേട്ട് നിൽക്കുമോ? അതുകൊണ്ട് ഇതിന് എന്തായാലും ഒരു തീരുമാനം എടുക്കണം. നവ്യേച്ചിയുടെ ഭർത്താവിൻ്റെ തെറ്റ് എന്താണെന്നും ഇതിലാരാണ് തെറ്റ് ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിന് നീ എന്താ ചെയ്യാൻ പോണെന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. ഞാനൊന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊന്ന് പോവാണ്, ഞാൻ വന്നിട്ട് പറയാൻ കാര്യങ്ങളൊക്കെ. വേണോ? അതിപ്പോൾ വേണ്ട നൈനാന്ന് ആദർശ് പറയുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒറിജിനലി ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് കഴിയുമ്പോൾ നവ്യ എന്ത് തീരുമാനിക്കും എന്നുള്ളതിനെ ഓർത്ത് ആദർശിനും ടെൻഷനുണ്ട്. അതിനേക്കാളേറെ നമ്മുടെ നയനയ്ക്കുണ്ട്. പക്ഷേ എങ്കിലും അവൾ ഇത്രയും നാൾ സ്വന്തം ഭർത്താവ് ആ പേര് കേട്ടിരുന്നാലും സ്വന്തം ചേച്ചിക്ക് വേണ്ടിയിട്ട് അവളും സഹിച്ചും ക്ഷമിച്ചും നിൽക്കുകയാണ്. അപ്പോൾ ഇനി അത് പറ്റില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട്. അവൾ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആദർശിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോകണം. എന്നിട്ട് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ വേണുവിൻ്റെയും കനകയുടെ അടുത്ത് നിന്നിട്ട് വന്ന് നമ്മുടെ നയന പറയാണ്, അമ്മ ഒരു രക്ഷയുമില്ല, നവ്യേച്ചിയുടെ വായിലെ നാക്കിന്ന് വരുന്ന ഓരോ ഡയലോഗ് കേട്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് എൻ്റെ മുമ്പിൽ വെച്ച് ആദർശേട്ടനെ ഇത്രയും കുറ്റപ്പെടുത്തുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നയനയുടെ അച്ഛൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെയും നവ്യയ്ക്ക് നാട്ടുകാരുടെ കാട്ടിലും നാവിന് എല്ല് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെയും സ്വന്തം കൂടപ്പുറപ്പൊക്കെ വേണ്ടിയിട്ട് സഹോദരങ്ങൾ ചില ത്യാഗങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഇത് ഒരു പരിധിക്കും അപ്പുറമായിപ്പോയി. ഇനി എന്തായാലും നവ്യ സത്യങ്ങൾ അറിയുന്നത് തന്നെയാണ് നല്ലത്. മോള് പറഞ്ഞത് ശരിയാണ് കനകെ, നീ എന്തായാലും മോളടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമെന്ന് നമ്മുടെ നയനയുടെ അച്ഛൻ പറയുന്നുണ്ട്. എൻ്റെ നയനയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ എന്തായിരിക്കും മോളെ നവ്യയുടെ നിലപാട്? അപ്പോൾ നയന പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ചേച്ചിയുടെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്തായാലും നയനേച്ചിയുടെയും കൊച്ചിൻ്റെയും കാര്യം ഓർത്ത് അച്ഛനും അമ്മയും ടെൻഷൻ ആവണ്ട, ഞാനും ആദർശേട്ടനും എന്തായാലും നോക്കിക്കോളും അവരെന്ന് പറയുന്നുണ്ട്. പിന്നെ ചേച്ചി എന്ത് ഡിസിഷൻ എടുക്കും എന്നുള്ളത് എനിക്കറിയില്ല അച്ഛാ. പക്ഷേ ഇത് നമ്മൾ ഇനിയും മൂടി വെച്ചാൽ പറ്റില്ല, പുറം ലോകം അറിയണം. ഈ തെറ്റ് ചെയ്തവൻ ഇത്രയും നെളിഞ്ഞ് അങ്ങനെ നടക്കണ്ട. അപ്പോൾ കനക പറയുന്നുണ്ട്, അത് മാത്രമല്ല വേറെയും പരാതികളുണ്ട്. തെറ്റ് ചെയ്തവന് കുടുംബത്ത് നല്ല സ്ഥാനവും അല്ലാത്തവന് കുടുംബത്ത് ഒരു വിലയില്ല എന്നും പറഞ്ഞ് നവ്യയ്ക്ക് ഭയങ്കര പരാതിയാണ്. എന്തായാലും ശരി മോളെ, നീ പറഞ്ഞതുപോലെ ഞാനൊന്ന് പറയാം, അവളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം. ഞാനൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ തന്നെ നിൻ്റെ കൂടെ വരാമെന്ന് നമ്മുടെ നയനയുടെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നയനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അമ്മ റെഡിയായിട്ട് വരുമ്പോൾ അവർ മൂന്നുപേരും കൂടെ തീരുമാനിച്ചനുസരിച്ചിട്ട് നമ്മുടെ അനന്തപുരി തറവാട്ടിലോട്ട് നയന അമ്മേനെയും കൊണ്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താകും എന്നുള്ളത് നയനയ്ക്കും അമ്മയ്ക്കും അച്ഛനും നല്ല രീതിയിലുള്ള ടെൻഷനുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നവ്യയുടെ ജീവിതം, ഒരു കുഞ്ഞിന് അച്ഛനില്ലാണ്ടാകും. ഇതൊക്കെ പരിഗണിച്ചാണ് അവർ ഇത്രയും നാളും ഈ ഒരു മാറ്റർ അവർ മൂടി വെച്ചത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ അഭി തന്നെ, അതായത് നവ്യേനെ ഇത്രയും തെറ്റ് ചെയ്തിട്ടും ഭാര്യയുടെ മുമ്പിൽ അവൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്
അനാമികയുടെ പിന്നിലും ഇവനാണോ എന്നുള്ളത് നമുക്ക് സംശയമുണ്ടെന്നൊക്കെ നമ്മുടെ നയനയ്ക്ക് അറിയാം. അപ്പോൾ അങ്ങനെ എന്തായാലും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നയനയും അമ്മയും കൂടെ അനന്തപുരി തറവാട്ടിലോട്ട് പോവാണ്. ആ സമയത്ത് ഇവർ പോകാനായിട്ട് ഇറങ്ങുന്ന ടൈമിൽ തന്നെ നമ്മുടെ നന്ദു വരെയാണ് വീട്ടിലോട്ട്. നന്ദൂസ് വന്നല്ലോ എന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പോൾ നന്ദുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാണ്, ഇങ്ങനെയാണ്, അപ്പോൾ ഇനി പറ്റില്ല, എന്തായാലും നവ്യേച്ച് കാര്യങ്ങൾ അറിയണം. ഇത് തന്നെയല്ലേ അമ്മയും ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത്, ഒരു തെറ്റും ചെയ്യട്ടെ ആദർശ് ഏട്ടൻ ഈ പഴി മൊത്തം കേട്ടുകൊണ്ടിരിക്കണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, തെറ്റ് ചെയ്തവൻ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്ന് നമ്മുടെ നന്ദു പറയുന്നുണ്ട്. എന്തായാലും അമ്മ പോയി പറയുക, ഞാൻ ഇതിന് മുന്നേ തന്നെ പറഞ്ഞ കാര്യമല്ലേ. അപ്പോൾ നന്ദു നയനയുടെ അമ്മ പറയുന്നുണ്ട്, എനിക്ക് നല്ല ടെൻഷനുണ്ട് മോളെ, കാര്യം നവ്യയുടെ കാര്യം ആയതുകൊണ്ട് അവളെ എടുത്തു ചാടി എന്ത് തീരുമാനിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ടെൻഷനാണ് എന്ന് പറയുന്നുണ്ട്. അമ്മ അങ്ങനെ ഒറ്റയടിക്കല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചേച്ചിക്ക് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, ഇതിൻ്റെ എല്ലാം പിന്നിൽ അനാമികയാണ്, എന്തായാലും ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. കാര്യം ഒരു ഇത്രയും വലിയ മൂർത്തി ഗ്രൂപ്പിൻ്റെ ഒരു MD ആയ ആദർശ് ഏട്ടൻ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ ഒരു വിലയില്ലാണ്ടാവുന്നത് ഒട്ടും പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് നന്ദു പറയുന്നുണ്ട്. എന്നാൽ ശരി മോളെ, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ നയനയും അമ്മയും പോവാണ്. അപ്പോൾ നന്ദു ശരി ആയിക്കോട്ടെ എന്ന് പറയുന്നതും അച്ഛൻ പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. എൻ്റെ അച്ഛനും നമ്മുടെ നന്ദുവും കൂടെ കാര്യങ്ങൾ പറയുകയാണ്, എന്തായാലും ഇതിനൊരു തീരുമാനം നവ്യേച്ചി എന്തായാലും എടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ആ അബി എന്ന് പറയുന്ന തെറ്റുകാരനെ അവനെ ഞാൻ കൊണ്ടിട്ട് 2 കൊടുക്കുന്നുണ്ട്, അവൻ ഇത്രയും വലിയ നെകളിപ്പ് കാണിക്കുകയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നന്ദു അച്ഛനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് നന്ദു അച്ഛനോട് പറയുന്നുണ്ട്, ആ അനാമിക എന്ന് പറയുന്നവൾ വെറും 3rd rate ആണ്, അവൾ ഈ അനന്തപുരി തറവാട്ടിൽ ഇത്രയും നാണം കെടുത്തി വരുത്തി വെച്ചവളെ വെറുതെ വിടാൻ പാടില്ല അച്ഛാ. എന്തായാലും ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നവ്യേച്ചി തന്നെ പറയും, ലോക്കപ്പിലിട്ട് 2 കൊടുത്തോളാനും മറ്റുമൊക്കെ നോക്കിക്കോ അച്ഛൻ കണ്ടോ എന്ന് നമ്മുടെ നന്ദു പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ നയനയുടെ അമ്മയും കൂടെ അനന്തപുരി തറവാട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ആ വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മുടെ ജലജയും ജാനകിയും തമ്മിൽ വലിയ ഡിസ്കഷൻ നടക്കുകയാണ്. ജലജ ജാനകിയോട് പറയുന്നുണ്ട്, അനാമിക പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, അവൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ്, എനിക്കൊന്നും തെറ്റായിട്ട് തോന്നുന്നില്ല, അവൾ പറഞ്ഞതെല്ലാം വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ വീട്ടിൽ അനന്തപുരി തറവാട്ടിലെ പട്ടാള ചിട്ടയാണ് അല്ലെങ്കിൽ ജയിലിൽ പോലെയാണ്, അത് ഇച്ചിരി കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട്, അതിലെന്താണ് തെറ്റ്, ശരിയല്ലേ, ഇവിടെ അച്ഛനും മക്കളും അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ശരി, ഇവിടെ ന്യായത്തിന് ഒരു ഇതുമില്ല, അവരെന്താണോ പറയുന്നത് അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അല്ലാണ്ട് അവിടെ മറ്റുള്ളവർ പറയുന്നതൊന്ന് കേൾക്കാനോ അതിലെന്തെങ്കിലും ന്യായം ഉണ്ടോ എന്ന് കേൾക്കാനോ ഒന്നും തന്നെ അവർ നിൽക്കാറില്ല. അനാമിക പോൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. നീ എന്നെ നോക്കൂ ജലജ, ഇവിടെ തെറ്റ് ചെയ്തവൻ ആദർശ് MD സ്ഥാനവും കൊണ്ട് ഇവിടെ അങ്ങോട്ട് ഞെളിഞ്ഞ് നടക്കുകയാണ്, ആരെങ്കിലും എന്തെങ്കിലും അവനോട് പറയുന്നുണ്ടോ? അപ്പോൾ ജലജ പറയുന്നുണ്ട്, ആ പറഞ്ഞത് ശരിയാ, അപ്പോൾ പിന്നെ അനാമിക മോൾ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എന്ന് നമ്മുടെ ജലജയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ നയനയും നമ്മുടെ ജയയുടെ അമ്മയും കൂടെ അനന്തപുരി തറവാട്ടിലോട്ട് കയറി വരികയാണ്. അപ്പോൾ നമ്മുടെ ജലജയും ജാനകിയും ഇങ്ങനെ നോക്കുന്നുണ്ട്, ഓ അമ്മയും കൂട്ടി വരികയാണ്, എന്താണാവോ വരവിൻ്റെ ഉദ്ദേശം എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ അകത്തോട്ട് കയറി വരുമ്പോൾ ഇവർ എഴുന്നേറ്റ് നിന്നിട്ട് അപ്പോൾ നമ്മുടെ ജലജ നമ്മുടെ നയനയുടെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അയ്യോ അച്ഛൻ വന്നില്ലേ? അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, ഇല്ല അച്ഛൻ വന്നില്ല, അച്ഛൻ വീട്ടിലുണ്ട്, വേണമെങ്കിൽ പോയി വീട്ടിൽ പോയി കണ്ടോളാൻ പറയുന്നുണ്ട്, ഒരു കളിയാക്കി പറയുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജലജ പറയുന്നുണ്ട്, അയ്യോ കാണാത്തതുകൊണ്ട് ചോദിച്ചതാണേ, എന്തായാലും കൊള്ളാം, ഇപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണാവോ? അപ്പം നയന പറയുന്നുണ്ട്, എന്തിനാണ് എൻ്റെ അമ്മ വന്നതെന്നുള്ളതിൻ്റെ ഉദ്ദേശമൊക്കെ ഞാൻ പറയാം, ഇത്രയും നാൾ എൻ്റെ ആദർശേട്ടൻ കേട്ട പഴിക്കും അതിനൊരു തീരുമാനം ഇന്ന് കൊണ്ടുവെക്കും, ഇനി ആ ഒരു പഴി എൻ്റെ ഭർത്താവ് കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജലജ ഏറ്റുപിടിക്കുന്നുണ്ട്, എന്തായാലും നീ ബുദ്ധിമതിയാണ് നയനയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാനകിയും പറയുന്നുണ്ട്, പെൺമക്കളെ വളർത്തുമ്പോൾ വളർത്തേണ്ട രീതിക്ക് വളർത്തണം. അപ്പോൾ നമ്മുടെ കനക പറയും, എൻ്റെ മക്കളെ ഞാൻ മര്യാദയ്ക്ക് തന്നെയാണ് വളർത്തി വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണോ ഇതുപോലെയുള്ള ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നത്, വളർത്തി വെച്ചേക്കുന്നതിൻ്റെ വളർത്ത ദോഷമാണോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ജലജ. അപ്പോൾ നമ്മുടെ കനകയ്ക്കൊന്നും മിണ്ടാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, അതിൻ്റെ കാരണം ബോധിപ്പിക്കാനല്ല എൻ്റെ അമ്മ വന്നേക്കുന്നതെന്ന് നമ്മുടെ നയന പറയുന്നുണ്ട്. അപ്പോൾ ഇവർ മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കുത്തുവാക്കുകൾ വെച്ചുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കനക പറയുന്നുണ്ട്, നീ നിൻ്റെ മരുമോളെ വലിയ ന്യായീകരിക്കുകയൊന്നും വേണ്ട, അവളും അവളുടെ വീട്ടുകാരുടെ സ്വഭാവം എന്തൊക്കെയാണെന്ന് എനിക്കും ഞങ്ങൾക്ക് മറ്റെല്ലാവർക്കും അറിയാവുന്നത്
കാണാവുന്നത് തന്നെയാണെന്ന് നമ്മുടെ കനക പറയുകയാണ്. എന്നിട്ട് ഇവർ തമ്മിൽ മൂന്നുപേര് സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ ജാനകി പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും ശരി, ഞാൻ ഇവിടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, നീ നമ്മുടെ അനാമികേനെ പുറത്താക്കിയിട്ട് നിൻ്റെ മകളെ ഇവിടെ കയറി കൊണ്ടുവരാം എന്നുള്ളൊരാഗ്രഹമുണ്ടെങ്കിൽ അത് പാടെ അങ്ങ് നുള്ളിക്കളഞ്ഞേക്കുക, എങ്കിൽ എൻ്റെ മരണാനന്തര ചടങ്ങുകളും കൂടെ നടത്തിയതിന് ശേഷമേ അത് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജാനകി അവരുടെ മുമ്പിൽ നിന്നും അങ്ങോട്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സീനാണ് കാണുന്നത്. ജലജ പറയുന്നുണ്ട്, നിൻ്റെ അതായത് നയനയ്ക്ക് തലച്ചോറിന് ഭയങ്കര പവറാണെന്നുള്ളത് പറഞ്ഞ് നമ്മുടെ ജാനകിയും ജലജയും കളിയാക്കിയായിരുന്നു ഇതിനിടയിൽ. അതായത് ഇവക്ക് സാധാരണ ആൾക്കാരുടെ തലച്ചോറല്ല, ഇവക്ക് ഇത്തിരി കൂടിയ തലച്ചോറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാനകി ഇതൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ ജലജ മാത്രമാണ് ഇവരുടെ മുന്നിൽ നിൽക്കുന്നത്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, ഇവക്ക് തലച്ചോറ് കുറച്ച് കൂടുതലാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, നിൻ്റെ അമ്മയ്ക്ക് അതിനേക്കാളും 10 മടങ്ങ് തലച്ചോറ് കൂടുതലാണ്. അതുകൊണ്ടാണ് 2 മക്കളെ കല്യാണം കഴിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടിട്ട് അടുത്ത മോളെ കൂടെ ഇങ്ങോട്ടേക്ക് കടത്തി വിടാനുള്ള ആ പദ്ധതിയായിട്ട് വന്നിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ജലജയും അവിടുന്ന് പോകുന്ന ഒരു സീനാണ് കാണുന്നത്. അതിനുശേഷം നമ്മുടെ നയന അമ്മയോട് പറയുന്നുണ്ട്, ഇന്ന് കൊണ്ട് ഇതിൻ്റെ ഒരു തീരുമാനം എടുക്കണോ അമ്മേ, ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്ന് ഇന്ന് എല്ലാവരും അറിയണമെന്ന് നയന പറയുന്നുണ്ട്. അപ്പോൾ അമ്മ എന്തായാലും മേലിലോട്ട് ചെല്ല്, നവ്യേച്ചി മേളിൽ റൂമിലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കനക പറയുന്നുണ്ട്, മോളെ എനിക്ക് വല്ലാത്തൊരു ടെൻഷനുണ്ട്, നിന്നെപ്പോലെയല്ല നവ്യ, അവൾ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് എനിക്കറിയില്ല. അമ്മ എന്ത് തീരുമാനം എടുത്താലും വിഷയമല്ല, കാര്യം ഒരാൾ എത്ര നാളെന്ന് വെച്ചിട്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഇത്രയും ഇൻസൾട്ട് ആവുന്നത്, പഴി ചാരിക്കൊണ്ട് നടക്കുന്നത്. എന്തായാലും ഇതിനൊരു തീരുമാനം ഇന്ന് എടുത്തേ പറ്റുള്ളൂ അമ്മ. ശരി മോളെ, ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്ന് നമ്മുടെ കനക പറഞ്ഞുകൊണ്ട് മേലിലോട്ട് കയറുകയാണ്. അപ്പോൾ നമ്മുടെ നവ്യ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു മേളിൽ. അപ്പോൾ മോളേന്ന് പറഞ്ഞുകൊണ്ട് കനക നവ്യയുടെ അടുത്തോട്ട് വരികയാണ്. അയ്യോ അമ്മ എപ്പോഴാണ് വന്നത്, അച്ഛൻ വന്നിട്ടുണ്ടോ? ഇല്ല മോളെ, ഞാൻ നയന അവിടെ വന്നപ്പോൾ നയനയുടെ കൂടെ ഇങ്ങനെ കയറി വന്നതാണെന്ന് പറഞ്ഞ് അവർ തമ്മിൽ ഇങ്ങനെ സ്നേഹത്തോടെ നിൽക്കുകയാണ്. എവിടെയും നമ്മുടെ കൊച്ചുമോൻ എന്തെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ മോന് മുത്തശ്ശിയുടെ അടുത്താണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അമ്മ അറിഞ്ഞില്ലേ? പ്രത്യേകിച്ച് ഞാനൊന്നും പറയണ്ടല്ലോ, ഇവിടെ ആദർശേട്ടൻ കാരണം മൊത്തത്തിൽ നമുക്ക് വീട്ടിലും നാട്ടിലും ഒന്നും ഒരു രക്ഷയില്ല. എന്നിട്ട് പറയുന്നുണ്ട്, അനാമിക എന്ന് പറയുന്ന ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എന്തെല്ലാം പറയുന്നുണ്ട്, തറവാടിനെ വാരി തേക്കുന്നതിന് തുല്യമായിട്ടുള്ള മാധ്യമങ്ങളിലൂടെ മറ്റുമൊക്കെ ഓരോന്നും പറഞ്ഞ് പ്രചരിക്കുന്നുണ്ട്. എന്തായാലും കണക്കാ അമ്മേ. അതിനോടൊപ്പം തന്നെ നമ്മുടെ നന്ദുവിൻ്റെ കേസും പറഞ്ഞ് ഇവിടെ എപ്പോഴും വഴക്ക് തന്നെയാണ്, നന്ദുവിനെ ഇവിടെ കയറ്റാമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന്. അപ്പോൾ കനക പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ നമുക്ക് നന്ദുവിനെ ഇങ്ങോട്ട് അയക്കണമെന്ന് നമുക്കും ആഗ്രഹമില്ലല്ലോ മോളെ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അമ്മ നല്ല കല്യാണാലോചനകൾ എന്തെങ്കിലും നന്ദുവിന് വരുന്നുണ്ടോ? ഇല്ല മോളെ, നല്ലത് വരുമ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ വന്ന് നമ്മുടെ നന്ദുവിൻ്റെ പേരിനും കൂടെ ചെറിയൊരു പേരുദോഷം വന്നിട്ടുണ്ട്. നല്ല ആലോചനകളും മറ്റും വരുമ്പോൾ ഇനി അത് അവളുടെ ഭാവിയിൽ ബാധിക്കുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് അമ്മയെന്ന് നമ്മുടെ നവ്യ അമ്മയോട് പറയുന്ന രംഗമാണ്. എന്തായാലും കനക നമ്മുടെ നവ്യയോട് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അല്ലെങ്കിലും അല്ലാത്ത രീതിയിൽ ഒന്ന് പറഞ്ഞ് നോക്കാം, സൂചിപ്പിച്ച് നോക്കാം, അവളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കനക വന്നിരിക്കുന്നത്. നമ്മുടെ കനക പതിക്ക് നവ്യയുടെ അടുത്ത് ചോദിക്കുകയാണ്, മോളെ ആദർശം അതിന് മാത്രം തെറ്റ് ചെയ്തിട്ടുണ്ടോ? അമ്മ എന്താ ഈ പറയണേ? പിന്നെ ഈ ലോകം മുഴുക്കെ കല്യാണത്തിന് മുന്നേ ഒരു കുട്ടിയെ ഉണ്ടാക്കി ആ ഒരു രീതി ശരിയായ കാര്യമാണോ? ഏതെങ്കിലും പെൺകുട്ടികൾ സഹിക്കുന്ന കാര്യമാണോ? ഞാൻ നയനയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ നിലപാട് എന്താണെന്ന്. ഞാൻ എൻ്റെ സ്ഥാനത്ത് അല്ല, അതായത് നയനയുടെ സ്ഥാനത്ത് മോളാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് കനക ചോദിക്കുന്നത്. അതിലിത്ര ആലോചിക്കാൻ എന്താണ്? ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. അത് മാത്രമല്ല, ആ കുട്ടിയെയും വെച്ചേക്കില്ല, അബീനെയും വെച്ചേക്കില്ല. അബിയാണ് ഈ തെറ്റ് ചെയ്തെങ്കിൽ എന്നിട്ട് നേരെ വന്ന് എൻ്റെ കുഞ്ഞിനെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ജീവൻ കൊടുക്കും. അതെന്തിനാ മോളെ നീ അങ്ങനെയൊക്കെ കാടുകയറി ചിന്തിക്കുന്ന? പിന്നെ അല്ലാണ്ട് ഏതെങ്കിലും പെൺകുട്ടികൾ സഹിക്കുന്ന കാര്യമാണോ? ഈ ആഴ്ച ഇവിടെ ഈ നാട്ടിൽ നടന്ന ഒരു സംഭവം അമ്മ അറിഞ്ഞായിരുന്നോ? ഇതേ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു അമ്മയും കുഞ്ഞും ആറ്റിച്ചാടി ആത്മഹത്യ ചെയ്തു. ഇത് തന്നെ ഭർത്താവിന് അവിഹിതം ഉണ്ടെന്നറിഞ്ഞിട്ട്. എന്തായാലും നയന ചെയ്യേണ്ടിയിരുന്ന കാര്യം ഇത് അറിഞ്ഞ സമയത്ത് തന്നെ ഈ തറവാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷെ അവൾ അത് ചെയ്തില്ല. എന്തായാലും മോളെ അതൊക്കെ പോട്ടെ, എന്തായാലും നമ്മുടെ അബി അതിന് മാത്രമുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ കനക പറയുന്നുണ്ട്. അത് അമ്മയ്ക്ക് പറയാം. നാട്ടിനും വീടിനും തറവാട്ടിനും ഇത്രയും കരിവാരി തേച്ചിട്ട് പുള്ളി ഒന്നും അറിയാത്ത മട്ടിൽ നടക്കുന്നത് അത്ര വലിയ കാര്യമൊന്നും അല്ല. പക്ഷേ ഞാൻ എൻ്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നവ്യയ്ക്ക് എത്ര പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ട് അവൾ അത് മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ നോക്ക്, ഇപ്പോൾ അവൾക്ക് ചന്തൂട്ടിയാണ് അവളുടെ കുഞ്ഞ്, ഒരു കുട്ടി ഉണ്ടായിട്ടില്ല, എന്നാൽ അതിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് നോക്കുന്നു, അതുമില്ല. അയാളിട്ട് അതിന് പറയുന്നതുമില്ല, യാതൊരു ഇതുമില്ല. അവൾ ചുമ്മാ
ഇങ്ങനെ ചന്തുമോൾ എൻ്റെ കുട്ടിയെ അമ്മയെന്ന് വിളിച്ച് ആ കുട്ടി കിടക്കണു, ആ ഒരു രീതിയിൽ പോകണു. അപ്പോൾ നമ്മുടെ കനകയ്ക്ക് നമ്മുടെ നവ്യയുടെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള വാർത്ത കേട്ടപ്പോൾ കനകയ്ക്ക് പിന്നെ പറയാനൊരു മടി. കാര്യം എന്ന് വെച്ചാൽ അവൾ അത്രയ്ക്ക് ഇതായിട്ടാണ് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ അബി കല്യാണത്തിന് മുന്നേ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഏതാണെങ്കിലും അതൊക്കെ ചെയ്യും അമ്മേ, അതത്ര വലിയ തെറ്റൊന്നുമല്ല എന്ന് നമ്മുടെ നവ്യ പറയുന്നുണ്ട്. പക്ഷേ കല്യാണത്തിന് ശേഷം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിലൊരു കുട്ടി ഉണ്ടെന്നറിഞ്ഞാൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ സഹിക്കുന്ന കാര്യമാണോ? അപ്പോൾ നമ്മുടെ കനക പറയുന്നുണ്ട്, അല്ല മോളെ, ഇപ്പം നീയാണ് ആ സ്ഥാനത്താണെങ്കിലും ആ കുഞ്ഞിനെയും കൊണ്ട്, ആ ഭർത്താവിനെ കളഞ്ഞിട്ട് വന്നിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് നമ്മളെ കൂടെ നിൽക്കാൻ പാടില്ലേ? എന്തിന് നിൽക്കണു? ഇത്രയും നാണം കെട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇത്ര ഇതാക്കിയിട്ട് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എന്തായാലും എൻ്റെ ജീവൻ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എന്നെ പറയും. അപ്പോൾ അവളെ വാക്കിൽ നിന്ന് നമ്മുടെ കനകയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഈ മാറ്റർ നവ്യയുടെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും വലിയ ദുരന്തം ഈ വീട്ടിലുണ്ടാകുമെന്ന്. എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പതുക്കെ പോവാണ്. പക്ഷെ നവ്യയുടെ ഉള്ളിലൊരു ചിന്ത വരികയാണ്, അമ്മ എന്തായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. ഇങ്ങനെ മനസ്സറിയാൻ വേണ്ടി വന്നതാണെന്നും നീയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളതൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ, എന്തോ ഒരു ഡൗട്ട് പോലെ നവ്യയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ താഴെ നമ്മുടെ ദേവയാനിയും നമ്മുടെ നയനയും കൂടെ അമ്മയും കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ അമ്മ വരികയാണ്. എന്നിട്ട് അമ്മ വന്നിട്ട് പറയണം, എൻ്റെ പൊന്നു മോളെ, നവ്യ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല. അവൾ പറയുന്നത് ഇങ്ങനെ ഒരു വാർത്ത അബിയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ എൻ്റെ ജീവൻ എടുക്കുകയും ചെയ്യും, അവളെയും ആ തള്ളയും ആ കുഞ്ഞിനെയും ഞാൻ കൊല്ല എന്നെ ചെയ്യും എന്നാണ് അവൾ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ മാറ്റർ ഈ രീതിയിലൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അവൾ പറഞ്ഞതുപോലെ ചെയ്യും. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നമ്മൾ ഒരു വിഷയം മറയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം ചെയ്യുമ്പോൾ അത് അതിനേക്കാളേറെ ദുരന്തം വരുന്നതാണല്ലോ മോളെ. നമുക്കൊരു കാര്യം ഇതിപ്പോൾ പറയണ്ട കനക എന്ന് പറയുന്നുണ്ട്. എനിക്ക് പറയാനുള്ള ധൈര്യവും ഇല്ല ദേവയാനി എന്ന് നമ്മുടെ കനക പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നയനയ്ക്ക് സങ്കടമാവുകയാണ്. കാര്യം എന്ന് വെച്ചാൽ സ്വന്തം ഭർത്താവ് ഇപ്പോഴും വീണ്ടും വീട്ടുകാരുടെ മുന്നിൽ വീണ്ടും നാണം കെട്ട ഉള്ള ഒരു ജീവിതമാണല്ലോ വരുന്നതെന്നോർത്ത് നയനയ്ക്ക് സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മുടെ നയന ഒരു തീരുമാനം എടുക്കാൻ നോക്കി, പക്ഷേ അത് സാധിച്ചില്ല. നവ്യയുടെ ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഇതിനു മുന്നേയും നവ്യ നയനയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അതുകൊണ്ട് നവ്യയുടെ കാര്യമായതുകൊണ്ട് പറയാനും നമുക്ക് ഉറപ്പില്ല. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് ചെയ്യുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് എത്രത്തോളമാണ് തറവാടിനെ ബാധിക്കുന്നതെന്നും നയനയുടെയും നവ്യയുടെയും ജീവിതത്തിൽ ഇത് എത്രത്തോളം ബാധിക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളെ അടുത്ത പ്രൊമോ വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.